നമസ്കാരം. നമ്മുടെ പ്രതിരോധ രംഗത്തിന് നാഴികക്കല്ലായേക്കാവുന്ന സ്യൂഡോ സാറ്റലൈറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമേ തന്നെ എന്താണ് സ്യൂഡോ സാറ്റലൈറ്റ് എന്ന് നോക്കാം. വിമാനങ്ങളുടേത് പോലുള്ള ചലനവും സാറ്റലൈറ്റിന് തുല്യമായ പ്രവൃത്തിയും ചെയ്യുന്ന ഒരു നിർമ്മിതി. ഇവ ഹാപ്സ് എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സ്റ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അക്കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുമുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ആത്യന്തികമായി ഇതൊരു നിരീക്ഷണ ഉപകരണമാണ്. യുദ്ധം, പ്രകൃതി ദുരന്തം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇതിന് കൃത്യമായി ഡേറ്റ കൈമാറാൻ സാധിക്കും. പോരാത്തതിന് ഇതിന്റെ മറ്റൊരു സവിശേഷത എന്നുള്ളത് സ്ട്രാറ്റോസ്ഫിയറിൽ ഭൂമിയിൽ നിന്ന് 65,000 അടി ഉയരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിമാനങ്ങളുടെ പാതയിൽ ഇതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് വിമാനത്തെ പോലെ യഥേഷ്ടം പറക്കാൻ കഴിയും. ഇവിടെയാണ് സാധാരണ സാറ്റലൈറ്റുകളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നത്. കാരണം സാറ്റലൈറ്റിന് ഒരു നിശ്ചിത സഞ്ചാര പഥമുണ്ട്. അതും കൂടാതെ ഒരു സാറ്റലൈറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന്റെ 1/6 ചിലവ് മതി ഇവയ്ക്ക്. 2024 ഫെബ്രുവരിയിൽ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ഇന്ത്യ വിക്ഷേപിച്ച ഇത്തരത്തിലുള്ള ഒരു ഉപകരണം 27 മണിക്കൂർ തുടർച്ചയായി പറന്ന് റെക്കോർഡിടുകയുണ്ടായി. ഇഡെക്സ് അഥവാ ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂ സ്പേസ് എന്ന സ്ഥാപനമാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാറ്റലൈറ്റുകളുടെ പ്രയോജനം ചെയ്യുന്ന ഒരാളില്ലാ വിമാനം, അതാണ് സ്യൂഡോ സാറ്റലൈറ്റ്. വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം അതിന്റെ പൂർണ്ണമായ ശേഷിയോടുകൂടി വികസിപ്പിച്ചെടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.